അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ആദരണീയരായ അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, അർ-റജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻളുറു അഹദുക്കും മൻ യുഖാലിലു. ഒരുവൻ തൻ്റെ സുഹൃത്തിൻ്റെ അഭിപ്രായഗതിയിലായിരിക്കും. അതിനാൽ ഓരോരുത്തരും ആരെയാണ് സുഹൃത്താക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിച്ചു കൊള്ളട്ടെ. നാം സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കണം. കാരണം നാം പോലും അറിയാതെ നമ്മുടെ സ്വഭാവങ്ങൾ അവരിലേക്കും അവരുടെ സ്വഭാവങ്ങൾ നമ്മിലേക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കുക. തീർച്ചയായും നാം നമ്മുടെ സുഹൃത്തിൻ്റെ അഭിപ്രായഗതിയിലായിരിക്കും, അവരുടെ മതത്തിലായിരിക്കും, അവരുടെ ജീവിത രീതിയിലായിരിക്കും. നാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് സ്വാഭാവികമായും നാം നമ്മുടെ സുഹൃത്തിനോട് പറയും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് ചോദിക്കും. ഒരു നല്ല സുഹൃത്താണ് നമുക്കുള്ളതെങ്കിൽ, നാം ചെയ്യാൻ പോകുന്ന നല്ല കാര്യമാണെങ്കിൽ അവൻ നമുക്കതിന് സപ്പോർട്ടായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ കൈത്താങ്ങായി മാറുകയും ചെയ്യും. മറിച്ച് നാം ചെയ്യാൻ പോകുന്നത് ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ നമ്മെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും, നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, നീ ചെയ്യണ്ട, ഇത് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നൽകും. എന്നാൽ നമുക്കുള്ളത് ഒരു മോശപ്പെട്ട സുഹൃത്താണെങ്കിൽ അവനല്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു മനോഭാവവും നമ്മെ കൂടുതൽ തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മുടെ തെറ്റുകൾ നമ്മെ ചേർത്ത് നിർത്തി നമുക്ക് പറഞ്ഞു നൽകാതെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. ഒരിക്കലും ഒരു നല്ല സുഹൃത്തിന് അങ്ങനെയാകാൻ സാധിക്കുകയില്ല. ഒരു നല്ല സുഹൃത്തെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് അവൻ്റെ പ്രയാസമായി കണ്ടുകൊണ്ട് അതിന് പരിഹാരം തേടാൻ ശ്രമിക്കും, നമ്മെ സഹായിക്കും, നമുക്ക് സന്തോഷം പകരാൻ ശ്രമിക്കും, നമുക്ക് ആശ്വാസമായി മാറും, നമ്മിലുള്ള നന്മകൾ എടുത്തു പറയും, നന്മയുടെ കൈകൾ നമുക്ക് നേരെ നീട്ടും, അതുപോലെ നാം അങ്ങോട്ട് നീട്ടുന്ന കൈകളെ സ്വീകരിക്കും. അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ്, ഒരു വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ഒരിക്കലും ആ സുഹൃത്തിനെ കൈവിടരുത്. കാരണം നാളെ സ്വർഗത്തിലേക്കുള്ള പാത തെളിയിക്കാൻ അവൻ നിന്നെ സഹായിക്കും. അല്ലഹില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവൻ ഇല്ലൽ മുത്തഖീൻ. ആ ദിവസത്തിൽ അവർ പരസ്പരം ശത്രുക്കളായിരിക്കും, അള്ളാഹുവിനെ സൂക്ഷിച്ചവർ ഒഴികെ. ആ ദിവസമെന്നാൽ ഖിയാമത്ത് നാളിൽ. ഒന്ന് ഓർത്തു നോക്കുക, നാം ഇവിടെ ചിരിക്കുകയും കളിക്കുകയും നമ്മുടെ രഹസ്യങ്ങൾ പറയുകയും ഒരുപാട് സന്തോഷിക്കുകയും ചെയ്ത നമ്മുടെ ഉറ്റ സുഹൃത്ത് നാളെ ഖിയാമത്ത് നാളിൽ ചെന്നിട്ട് ഇവൻ എൻ്റെ ശത്രുവാണെന്ന് നമ്മെ ചൂണ്ടിയിട്ട് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. അതുപോലെ തന്നെ നാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട മറ്റൊരു വിഷയമാണ് ഓപ്പോസിറ്റ് സെക്സ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ നോർമലൈസ് ചെയ്ത് കാണപ്പെടുന്ന ഒരു സൗഹൃദമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, അള്ളാഹു ഹറാമാക്കിയ ബന്ധം ഹറാം തന്നെയാണ്. അതിനെ നാം എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് ഹറാം തന്നെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങളത് നിർത്തിക്കൊള്ളുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ല, നിങ്ങളുടെ സുഹൃത്തിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, നീ ചെയ്യുന്നത് തെറ്റാണ്, നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഇതിന് ഉത്തരം പറയേണ്ടി വരും, നീ ചെയ്യുന്നത് തെറ്റാണ്, ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്തിരിയുക എന്ന് നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങളെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോഴേ നിങ്ങളൊരു നല്ല സുഹൃത്തായി മാറുകയുള്ളൂ. APJ അബ്ദുൽ കലാം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, എ വൺ ബെസ്റ്റ് ബുക്ക് ഈസ് ഈക്വൽ ടു എ ഗുഡ് 100 ഫ്രണ്ട്സ്, ബട്ട് എ ഗുഡ് ഫ്രണ്ട് ഈക്വൽ ടു എ ലൈബ്രറി. ഒരു നല്ല പുസ്തകം എന്നത് 100 സുഹൃത്തുക്കൾക്ക് തുല്യമാണ്, നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. ഒരു നല്ല സുഹൃത്ത് എന്നത് ഒരു ലൈബ്രറിക്ക് തുല്യമാണ്, ഒരുപാട് പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു മനോഹരമായ ലൈബ്രറിക്ക് തുല്യം. നമ്മുടെ സുഹൃത്തിൻ്റെ ലൈബ്രറി ആവാൻ നമുക്ക് സാധിക്കണം. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ എത്ര സുഹൃത്തുക്കൾ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുണ്ട്? എത്ര സുഹൃത്തുക്കൾ നിങ്ങളെ നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? തിന്മ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് തോന്നും, പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കത് തിന്മയായിട്ട് തോന്നൂല. ഉദാഹരണത്തിന്, നമ്മൾ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഒരു പോസ്റ്റ്, ഏതെങ്കിലും ഒരു പിക്ചർ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതുക. ആ സമയത്ത്
അതിൽ നമ്മുടെ ഔറത്ത് വെളിവാണ്, അല്ലെങ്കിൽ മുടിയുടെ ഒരു ഭാഗം പുറത്താണ്, അല്ലെങ്കിൽ നമ്മൾ മറയ്ക്കേണ്ട ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗം പുറത്താണ്, നമ്മുടെ ഔറത്ത് കംപ്ലീറ്റ് ആയിട്ട് മറഞ്ഞിട്ടില്ല എന്ന് കരുതുക. ഒരു നല്ല സുഹൃത്താണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തിനോട് പോയി പറയണം, അതിൽ നിൻ്റെ ഔറത്ത് കംപ്ലീറ്റ് മറഞ്ഞിട്ടില്ല, അത് ഡിലീറ്റ് ആക്കിക്കോ, അതാണ് നല്ലത്. അത് ഒരു അന്യ പുരുഷൻ കണ്ടാൽ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീ കണ്ടാൽ അതിന് നിനക്ക് കുറ്റം കിട്ടുമെന്ന് സ്നേഹത്തോടു കൂടി അവരെ എത്ര ഫ്രണ്ട്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. മറിച്ച് അതിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് ലൈക്ക് അടിച്ച് ഷെയർ അടിച്ച് അവരെ കൂടുതൽ തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഒരു നല്ല സുഹൃത്ത്? അതുപോലെ തന്നെ നമ്മൾ എത്ര പേര് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവരൊരു തെറ്റ് ചെയ്താൽ എത്ര പേര് അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അല്ലാഹുവേ അവൻ ചെയ്ത പാപം നീ പുറത്ത് നൽകണമേ, അത് തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് നീ അവന് നൽകണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്. അങ്ങനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് മറ്റൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വസ്തഗ്ഫിറൂ ലിദംബിക, നിങ്ങൾ പാപമോചനം തേടുക, നിങ്ങൾ പൊറുക്കലിനെ തേടുക, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുക. ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സൗഹൃദ ബന്ധം നിലനിർത്തിയവരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് വന്ന് ജനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. ആ സമയത്ത് ജനങ്ങൾ പറയുന്നുണ്ട്, 7 ആകാശങ്ങളും കടന്ന് സ്വർഗവും കണ്ട് നരകവും കണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച് പ്രവാചകൻ തിരിച്ചു മടങ്ങിയെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ? അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. അത്രയേറെ ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന് സുഹൃത്തായതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുഹൃത്തായതുപോലെ ഒരു സുഹൃത്താവാൻ നമുക്കും സാധിക്കണം. അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു. അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാരാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ദുൽഹത്ത് ബിൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു. ഇവരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായിട്ടുള്ള കൂട്ടുകെട്ടായിരുന്നു. കൂട്ടുകെട്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്, അത് നമുക്ക് സമാധാനമാണ്, ആശ്വാസമാണ്, കൈത്താങ്ങാണ്. അത് പക്ഷേ നല്ല രീതിയിലുള്ളതായിരിക്കണം. അല്ല എങ്കിൽ അത് മരണം വരെയും നമുക്ക് മോശമായ രീതിയിൽ നമ്മെ മുന്നിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കും. അബൂ താലിബ് മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഞാൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാമെന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ കിടക്കയുടെ പിറകിൽ തൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, പറയരുത്, ഇത്രയും നാൾ നിങ്ങൾ ഇതിൽ നിലനിൽക്കൊണ്ടിട്ട് ഇന്ന് നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾ വഴികേടിലാണെന്ന് ആ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ അബൂ താലിബിൻ്റെ മില്ലത്തിൽ ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബ് മരണപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു മോശപ്പെട്ട സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ആഖിറത്തിലും നാം പരാജയപ്പെടുക തന്നെ ചെയ്യും. മറിച്ച് നമുക്കൊരു നല്ല സുഹൃത്താണുള്ളതെങ്കിൽ ഈ ദുനിയാവിലും നമുക്ക് വിജയിക്കാൻ കഴിയും, ആഖിറത്തിലും വിജയിക്കാൻ കഴിയും. അവർ അവരോടൊപ്പം നാം ഉയരാൻ അവർ ആഗ്രഹിക്കും. അങ്ങനെ ഒരു സുഹൃത്തായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന ദുആയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.